സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി. സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തി. ചില റേഷൻ കട ഉടമകൾ നിയന്ത്രണം മറികടന്ന് റേഷൻ വിതരണം നടത്തിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. മഞ്ഞ കാർഡുകാർക്ക് ഇന്ന് തന്നെ മസ്റ്ററിംഗ് നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. സാങ്കേതിക തകരാറുകൾ കാരണം ഇന്നത്തെ മസ്റ്ററിംഗ് പ്രവർത്തനം പൊതുവിൽ അസൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. മഞ്ഞ നിറ കാർഡുകാർ ഇന്ന് രാവിലെ എത്തിയ ആളുകൾ അവർക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യമൊരുക്കാനാണ് നിർദ്ദേശമായി നൽകുന്നത്. റേഷൻ വിതരണം ഇതിന്റെ പേരിൽ ഒരു കുടുംബത്തിന് പോലും ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് പ്രത്യേകമായി ശ്രദ്ധിക്കും. മസ്റ്ററിംഗിന്റെ ഭാഗമായി ഇന്നു മുതൽ 3 ദിവസത്തേക്ക് റേഷൻ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. VA ഗിരീഷ് തിരുവനന്തപുരത്തു നിന്നും, സമീർ C മുഹമ്മദ് കോഴിക്കോട് നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം VA ഗിരീഷിലേക്ക്. ഗിരീഷ്, ഈ റേഷൻ വിതരണം തടസ്സപ്പെടുന്നു, മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, എന്താണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്? വേണു, ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് മസ്റ്ററിങ്ങിനുള്ള സൗകര്യമാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ പ്രത്യേക ക്യാമ്പുകൾ വഴിയും സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ സെർവർ തകരാർ കാരണം മസ്റ്ററിംഗ് തടസ്സപ്പെടുകയായിരുന്നു. ഒരു കാർഡ് പോലും മസ്റ്റർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആധാറുമായി ഇവരുടെ വിവരങ്ങൾ ബന്ധിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രാവിലെ മുതൽ നിലവിലുണ്ടായിരുന്നത്. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും പോസ്റ്റ് മിഷൻ മുഖാന്തരം അവരുടെ ആധാർ അപ്ഡേഷൻ നടത്തണം എന്നുള്ളതാണ് സർക്കാർ ഈ മസ്റ്ററിംഗ് ഉദ്ദേശിച്ചിരുന്നത്. ഗൃഹനാഥൻ മാത്രമല്ല, ആ റേഷൻ കാർഡിൽ പേരുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും തന്നെ മസ്റ്ററിംഗ് നടത്തണം, അതിനുവേണ്ടി ആധാർ കൊണ്ടുവരണം. എന്നാൽ രാവിലെ മുതൽ ഈ സെർവർ തകരാറ് കാരണം മസ്റ്ററിംഗ് പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് സർക്കാർ ഇപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സർക്കാർ പറഞ്ഞത്, ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് ഇന്ന് നടത്തി നോക്കാം എന്നുള്ളതാണ്. പക്ഷേ അതും ഇപ്പോൾ പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സാങ്കേതികമായ തകരാർ എന്നുള്ളതാണ് ഈ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട പോസ്റ്റ് മിഷനിൽ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന മറുപടി. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ പല റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ ഇതിനായി പ്രത്യേകം സംഘടിപ്പിക്കപ്പെട്ട ക്യാമ്പുകളിലുമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾ പലരും പ്രായമായവരാണ്, അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവരുണ്ട്. ഇവർ എല്ലാവരും തന്നെ രാവിലെ മുതൽ റേഷൻ കടകളിലെത്തി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സെർവർ നേരത്തെ തന്നെ റേഷൻ വിതരണത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന പാകപ്പിഴ ഈ സെർവർ തകരാറാണ്. ഈ സെർവറിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുവെങ്കിൽ പോലും ഇതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് ഇന്നത്തെ സംഭവങ്ങൾ കൂടി തെളിയിക്കുന്നത്. നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മണക്കാടുള്ള റേഷൻ കടയിലാണ്. ഇവിടെ രാവിലെ തന്നെ ആൾക്കാർ ഈ മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിയിരുന്നു. രാവിലെ തന്നെ എത്തിയോ? രാവിലെ വന്നു. എന്താണ് സംഭവിച്ചത്? സെർവർ കംപ്ലൈന്റ് തന്നെ 2 പ്രാവശ്യം കൊണ്ട് വന്നിട്ട് പോകുമ്പോഴൊക്കെ സെർവറിന്റെ കംപ്ലൈന്റ്. അത് മൊത്തത്തിൽ കൊടുക്കാനായിട്ട് 2 വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് വേണ്ടി ഇവർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാർഡിന് പോലും അവർ കൊടുക്കുന്നതായിട്ടുള്ള സെർവർ കംപ്ലൈന്റ് അത് തുടർന്ന് പോവുകയാണ്. ഇതെന്താണ് അതിനൊരു പരിഹാരമെന്ന് സർക്കാരിട്ട് കണ്ടുപിടിക്കുക. ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് തൽക്കാലം മസ്റ്ററിംഗ് നടത്താമെന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ആണ് മഞ്ഞ കാർഡുകാർക്ക് സെർവർ കംപ്ലൈന്റ് ചെയ്തതിന് അത് ശരിയാക്കി കൊടുക്കാൻ അതും കംപ്ലൈന്റ് ആണ്, കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. രാവിലെ വന്നതാണ്. ചുവപ്പ് കാർഡാണ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ 2 കാർഡുകാർക്കും ഇല്ല, മഞ്ഞയ്ക്ക് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞെങ്കിൽ വരില്ലായിരുന്നു. ഇവിടെ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് മഞ്ഞയ്ക്ക് മാത്രമേ ഉള്ളൂ, മറ്റേനില്ല. എന്തായാലും അവർക്കും സർവേ കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വേണു, ഇത് തന്നെയാണ്. കാരണം രാവിലെ മുതൽ തന്നെ ആൾക്കാർ പല ജോലികൾക്ക് പോകേണ്ടവരുണ്ട്. സ്വാഭാവികമായും അടുത്ത 3 ദിവസമായിട്ട് റേഷൻ വിതരണം തന്നെ നിർത്തിവെച്ചുകൊണ്ടുള്ള മസ്റ്ററിങ്ങിലേക്കാണ് സർക്കാർ കടന്നത്. കാരണം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിനൊന്നും തന്നെ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ മസ്റ്ററിംഗ് പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മഞ്ഞ കാർഡുകാരുടെ മസ്റ്ററിംഗ് പോലും ഇപ്പോൾ നടക്കുന്നില്ല. ഈ മഞ്ഞ കാർഡുകാരുടെ മസ്റ്ററിംഗ് ഇപ്പോൾ നടക്കുന്നു. ഇല്ല സർ, ചെയ്യാൻ പറ്റുന്നില്ല. മഞ്ഞയുടേതും അടിച്ചിട്ട് ടെക്നിക്കൽ എറർ തന്നെ കാണിക്കുന്നുണ്ട്, ചെയ്യാനാവുന്നില്ല.
ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റ് പിങ്ക് കാർഡ് ഒഴിച്ചു നിർത്തിക്കൊണ്ട് മഞ്ഞ കാർഡ് നടക്കുമോ എന്ന ഒരു പരിശോധന നടത്താം എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ആണ്, പക്ഷേ മഞ്ഞയുടെ തന്നെ നമ്മൾ കൊടുത്തിട്ടും മഞ്ഞയുടേതും ടെക്നിക്കൽ എററാന്ന് തന്നെ കാണിക്കുന്നുണ്ട്, ചെയ്യാനാവണില്ല. വേണു, ഇത്തരത്തിൽ തന്നെയാണ് മസ്റ്ററിംഗ്, അതായത് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സർക്കാർ പറഞ്ഞ മഞ്ഞ കാർഡ് ഉടമകൾക്കും ഇന്നും മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ സെർവർ തകരാർ എത്തിച്ചിരിക്കുന്നു. വേണു, ശരി. സമീർ സി മുഹമ്മദും കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, എന്താണ് കോഴിക്കോട് ഈ റേഷൻ കടകളിലൊക്കെ എത്തുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ട്? അവിടെയും ഈ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണോ? വേണു, തിരുവനന്തപുരത്തിന് സമാനം തന്നെയാണ് കോഴിക്കോട്ടെയും അവസ്ഥ. നിരവധി പേരാണ് രാവിലെ 6 മണി മുതൽ തന്നെ റേഷൻ ഷോപ്പുകളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കും എത്തിയത്. ഒരാൾക്ക് പോലും ഇതുവരെ മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ സർക്കാർ പറയുന്നത് മഞ്ഞക്കാർഡുകാർക്ക് ഇന്ന് തന്നെ ശരിയാക്കി നൽകാം എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള മഞ്ഞക്കാർഡുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിങ്ക് കാർഡുമായി എത്തിയവരും എല്ലാവരും ഒരുമിച്ചാണ് എത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന നേരിയ തോതിലെങ്കിലും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും റേഷൻ വ്യാപാരികളും ഒപ്പം തന്നെ എത്തിയവരുമൊക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ആളുകൾ കാത്തു നിൽക്കുന്നു. കുറേ നേരം കാത്തു നിന്നിട്ട് നിരവധി പേർ ഇവിടുന്ന് മടങ്ങിപ്പോയി. ഇപ്പോൾ ഏതാനും പേർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അമ്മ എപ്പോഴാണ് വന്നത്? ഞാൻ വന്നിട്ട് 8 മണിക്ക് ഇവിടെ ആകുന്നു. എന്താണ് പറയുന്നത്? പറയാൻ വേറെ ഒന്നുമില്ലേ, നമുക്ക് ഈ കാർഡിന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അത് കിട്ടുന്നില്ല, നെറ്റ്വർക്ക് ഇല്ലെന്ന് പറയാണ്. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതേ പറയാനുള്ളൂ. ഇങ്ങനെ കാത്തിരിപ്പാണ്. കാത്തിരിക്കുകയാണ്. അതെ. ഏറ്റവും ഒടുവിൽ മഞ്ഞക്കാർഡുകാർക്കെങ്കിലും ഇന്ന് നൽകാൻ കഴിയുമെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. എങ്ങനെ, അതിന്റെ ഒരു സാധ്യതയുണ്ടോ? മഞ്ഞക്കാർഡുകാർക്ക് ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. കമ്പ്യൂട്ടർ എറർ എന്നാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ്. അതിലവരെ പല ആൾക്കാർ അസുഖമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു പ്രസ്താവന കേട്ടതിന് ശേഷമാണ് ആളുകളൊക്കെ തിരിച്ചു പോയിട്ടുള്ളത്. എന്തായാലും ഇത് എന്താവും എന്നുള്ളതിന് ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അത് ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് നിയന്ത്രിച്ച് പറയാൻ കഴിയില്ല, അന്നേരം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അന്നേരം അവരെ വികാരം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പെരുമാറാൻ നിവൃത്തിയുള്ളൂ. അതാണിപ്പം പറയാനുള്ളത്. ഇത് പെട്ടെന്നെങ്കിലും ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയുണ്ട്. ആളുകളൊക്കെ എത്തുന്നു, മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. വ്യാപാരികളും വലിയ പ്രയാസത്തിലാണ്. പലരും അവരോട് ഒരു നേരിയ തോതിലെങ്കിലും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത് എപ്പോൾ പരിഹരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. വേണു, ശരി. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. VA ഗിരീഷും സമീർ സി മുഹമ്മദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.